ഹമാസ് നേതൃത്വത്തിലെ 95% ആൾക്കാരും ഇല്ലാതായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അതായത് ഹമാസ് തീർന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇസ്രയേൽ ഇത്രയും നാൾ അവരുടെ പ്രയത്നം എന്തിനു വേണ്ടിയായിരുന്നു അതിലേക്ക് എത്തുന്നു എന്നുള്ള മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഹമാസ് നേതൃത്വത്തിലെ 95% പേരും കൊല്ലപ്പെട്ടു. ഗസയ്ക്ക് മേൽ തങ്ങളുടെ നിയന്ത്രണത്തിൻ്റെ 80% നഷ്ടപ്പെട്ടതായി സമ്മതിച്ച് ഹമാസ്. ഗസ ഇനി ഇസ്രയേലിന് ഭീഷണിയാവില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. വെടിനിർത്തൽ ചർച്ചകൾക്കിടെ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഗസയ്ക്ക് മേൽ തങ്ങളുടെ നിയന്ത്രണത്തിന് 80% നഷ്ടപ്പെട്ടതായി സമ്മതിച്ച് ഹമാസ് ഭീകര സംഘടനയുടെ ഒരു മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇസ്രയേൽ വ്യോമാക്രമണങ്ങളുടെ ഫലമായി ഹമാസിന് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം തകർന്നുവെന്നും ഇത് തങ്ങളെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥൻ BBC-യോട് പറഞ്ഞു. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ നടത്തിയ തെരച്ചിലിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പേരോ വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഹമാസിൻ്റെ സുരക്ഷാ ഘടനയിൽ വൻ തിരിച്ചടിയാണ് ഏറ്റതെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഹമാസ് നേതൃത്വത്തിലെ 95% പേരും കൊല്ലപ്പെട്ടതായും ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിലുണ്ട്. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടതായി മുൻ സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഹമാസ് സംഘടനയ്ക്കുള്ളിൽ ഇപ്പോൾ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാത്ത അവസ്ഥയാണെന്നും ക്രിമിനൽ സംഘങ്ങളുടെ എണ്ണം കൂടി വരികയാണെന്നും ഇയാൾ പറയുന്നു. ഹമാസിന് ഇപ്പോൾ സൈനിക സംവിധാനങ്ങളില്ലെന്നും അവർ ഗറില്ല യുദ്ധതന്ത്രങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗവ് ഗാലന്റ് വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം പുറത്തു വരുന്നത്. മുൻ ഹമാസ് ഉദ്യോഗസ്ഥൻ്റെ അഭിപ്രായത്തിൽ ഈ വർഷം ആദ്യം ഇസ്രായേലുമായുള്ള 57 ദിവസത്തെ വെടിനിർത്തൽ സമയത്ത് ഹമാസ് വീണ്ടും സംഘടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മാർച്ചിൽ വെടിനിർത്തൽ ഇല്ലാതായ സാഹചര്യത്തിൽ ഇസ്രായേൽ ഹമാസിനെ വീണ്ടും ലക്ഷ്യം വെച്ചത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കിയെന്നാണ് കരുതപ്പെടുന്നത്. 21 മാസ യുദ്ധത്തിന് ശേഷം ശനിയാഴ്ച ഗസയിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വെടിനിർത്തൽ ശ്രമങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് ഇന്നലെ ഖത്തറിലെ ചർച്ചകൾക്കായി ഒരു ദൗത്യ സംഘത്തെ അയക്കുമെന്ന് അറിയിച്ചിരുന്നു. നെതന്യാഹു വിശദമായ ചർച്ചകൾക്കായി ഇന്ന് അമേരിക്കയിൽ എത്തുകയാണ്. 20 ബന്ദികൾ ജീവിച്ചിരിക്കുന്നുവെന്നും 30 ബന്ദികൾ മരിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ബന്ദികളെ തിരികെ കൊണ്ടുവരാനാകുന്നതെല്ലാം ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഗസ ഇനി ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പുവരുത്താൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതായും നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഗസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 41 പേരാണ് കൊല്ലപ്പെട്ടത്. 2 അമേരിക്കൻ സന്നദ്ധ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ ഇതുവരെ 57,000 പേർ കൊല്ലപ്പെട്ടതാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 95% പേരും കൊല്ലപ്പെട്ടതോടുകൂടി ഹമാസ് ഇല്ലാതായി തീരും, ഇല്ല ഇനി? അതെ, ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന ഇനി ഭൂമിയിൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മൊസാദ് അതിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുന്നുണ്ട്. വേണ്ട രീതിയിലെല്ലാം തന്നെ അവരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഭീകരരെ ഇവർ ലക്ഷ്യം വയ്ക്കുന്ന മൊത്തം ഈ ഹമാസിൻ്റെ നേതാക്കളെയാണ്. സാധാരണക്കാരിൽ കൊല്ലപ്പെടുന്നുണ്ട്, ശരിയാണ്, പല ആക്രമണങ്ങളിലും. കാരണം മനുഷ്യ കവചം തീർത്താണല്ലോ ഹമാസ് പ്രവർത്തിക്കുന്നത്. ഭീരുക്കൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഭീരുക്കളെപ്പോഴും മനുഷ്യരെ സാധാരണക്കാരെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട്, അതുകൊണ്ടാണ് സാധാരണക്കാരായ ഇസ്രായേലികളെ പിടിച്ചുകൊണ്ട് പോയി ബന്ദികളാക്കി വെച്ചത് ഇവർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണവും കൂടിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത്. ഒരാവശ്യവുമില്ലാതെ വെറുതെ സമാധാനമായിട്ടിരുന്ന ഇസ്രായേൽ ഗാസ പ്രശ്നത്തിൽ അവിടെ സമാധാനം മാത്രം ഉണ്ടായിരുന്നു, അവിടെ പ്രശ്നങ്ങളില്ലായിരുന്നു. അവിടെ ആണ് നേരെ ഈ ഒരു ദിവസം ഇസ്രായേലിൻ്റെ ജനങ്ങളുടെ നേരെ ആക്രമണം നടത്തിക്കൊണ്ട് ഹമാസ് വന്നത്. പെട്ടെന്ന് കുറേ ആൾക്കാരെ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. പിടിച്ചുകൊണ്ട് പോയി കുറേ അധികം ആൾക്കാരെ കൊലപ്പെടുത്തുകയും ചെയ്തു. 100-200 പേരെ ബന്ദികളാക്കി 1200 പേരെ കൊല്ലുകയും ചെയ്തു, ജൂതന്മാരെ. അപ്പോൾ ഇസ്രായേൽ അടിക്കാൻ തുടങ്ങി. ഇനി ഞങ്ങൾക്ക് സഹിക്കേണ്ട കാര്യമില്ല, യുവമാരെ ഇങ്ങനെ വിട്ടിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് ഇസ്രായേൽ അന്ന് തൊട്ട് അടിക്കാൻ തുടങ്ങി. ഏതാണ്ട് 2-2.5 വർഷം പോകുന്നു അടി തുടങ്ങിയിട്ട്. കൃത്യമായിട്ടുള്ള നിലപാട് ഇസ്രായേലിനുണ്ട്. കാരണം ഇസ്രായേലിനെ തകർക്കുക എന്ന് പറയുന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ശക്തികളാണ് ഈ ഹമാസ്, ഹിസ്ബുള്ള, അതുപോലെ തന്നെ ഈ ഹൂത്തികൾ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഇല്ലായ്മ ചെയ്യേണ്ടത്, ഇവരുടെയൊക്കെ ഭീകരപ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ സമാധാനം പുലരുകയുള്ളൂ അവിടെ. അതുകൊണ്ടാണ് ഇറാന് നേരെ നല്ല രീതിയിലുള്ള അടി കൊടുത്തതുമെല്ലാം. അപ്പോൾ അതാണ് ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. എന്തായാലും ഹമാസ് തീർന്നിരിക്കുന്നു എന്ന് പറയാം. 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണില്ല. അതിനകത്തുള്ള ഭടന്മാർ മാത്രമാണ്. നമ്മൾ ഇടയ്ക്ക് കണ്ടിരുന്നു ഈ ഹമാസിലുള്ളവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഗതിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഹമാസിൻ്റെ ആൾക്കാർ ഇപ്പോൾ ആക്രമണം നടത്തുന്നില്ല. കാരണം ശമ്പളമില്ല, പൈസ ഇല്ലെങ്കിൽ ഭീകരവാദം വർക്കാവില്ലല്ലോ. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാശ്മീരിൽ കണ്ടതാണല്ലോ. കാശ്മീരിൽ ഈ പറയുന്ന കല്ലെറിഞ്ഞുകൊണ്ടിരുന്ന സൈന്യത്തിന് നോട്ട് നിരോധനം വന്നതിന് ശേഷം കല്ലെറിയുന്ന പരിപാടിയിൽ നിന്നു. കാരണം ഒരു ദിവസം കല്ലെറിയാൻ പോകുമ്പോൾ 500 രൂപയാണ് കൊടുക്കുന്നത്. 500 രൂപ കിട്ടാതായി.
അപ്പം ഞങ്ങൾ എന്തിനു വെറുതെ കല്ലെറിയാൻ പോണ പോലീസിന്റെ അടികൊള്ളേണ്ട കാര്യം എന്താ, പെല്ലറ്റ് എടുക്കേണ്ട കാര്യം എന്താന്ന് ജനങ്ങൾ ചിന്തിച്ചു. എന്നിട്ടിപ്പോൾ അവരവിടെ ടൂറിസം വെച്ച് സമാധാനമായിട്ട് ജീവിക്കുന്നു. അതുപോലെ ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും. ഇടയ്ക്ക് ട്രംപ് പറഞ്ഞതാ, ഞങ്ങൾ ഗാസ ഏറ്റെടുക്കാം, ഗാസയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം, അവിടെ ടൂറിസം ഹബ്ബാക്കി മാറ്റാം. പക്ഷെ അതൊന്നും പറ്റില്ല. കാരണം ഇവിടെ പ്രശ്നങ്ങൾ നിറയുന്നാൽ മാത്രമേ തീവ്രവാദത്തിന് സ്കോപ്പുള്ളൂ, എങ്കിലേ ആയുധം വെച്ചൊക്കെ പൈസ വാങ്ങിക്കാൻ കഴിയുള്ളൂ. അതാണ് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹമാസിൻ്റെ ഈ പ്രവൃത്തി അധികം ആയുസില്ല എന്ന് 2 വർഷം മുമ്പ് തന്നെ അവർ അന്ന് പ്രഖ്യാപിച്ചു. കാരണം ഈ ആക്രമണം നടത്തുന്നതോടുകൂടി അറിയാം മുച്ചൂട് മുടിക്കപ്പെടുമെന്ന്. അങ്ങനെ എന്തായാലും ഹമാസ് എന്ന് പറയുന്ന ഭീകരശക്തി ഇതോടെ ഇല്ലാതാവുന്നു. ഇസ്രയേലിൻ്റെ സംഹാര പ്രവൃത്തിയിൽ സംഹാര താണ്ഡവമാണ് ആടിക്കൊണ്ടിരിക്കുന്നത്. ആ താണ്ഡവത്തിൽ തന്നെ ഇത് ഭസ്മീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. എന്തായാലും അധികം ആയുസ് ഈ ഹിസ്ബുള്ളയ്ക്കോ ഹൂതികൾക്കോ ഒന്നും ഉണ്ടാകില്ല. ഭീകരർ ISIS ഒക്കെ എങ്ങനെ തീർന്നോ, അതിപ്പോൾ ഒടുങ്ങിയിട്ട് അല്പമല്ലേ ഉള്ളൂ. അതുപോലെ ഇതും ഇല്ലാതാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഇസ്രയേലിൻ്റെയും മൊസാദിൻ്റെയും കാര്യത്തിൽ ജൂതൻ എന്ന് പറഞ്ഞാൽ പൊട്ടനൊന്നും അല്ലല്ലോ, കൃത്യമായിട്ടുള്ള കരുത്തുള്ള ആൾക്കാരല്ലേ. ഇവിടെ എന്നിട്ട് ഇപ്പോൾ ഗാസയ്ക്ക് വേണ്ടിയിട്ട് CPM പോലുള്ള സംഘടനകൾ അപഹാസ്യമായ ചില പരിപാടി എടുത്തിട്ടുണ്ട്. 9 മണി തൊട്ട് 9 വരെ ഞങ്ങൾ ഡിജിറ്റൽ ബഹിഷ്കരണം, ആരറിയാനാ ഇതൊക്കെ, ഒന്നും സംഭവിക്കാനില്ല. ഇത്രയും മണ്ടത്തരമായിട്ടുള്ള ഒരു പരിപാടി വേറെയുണ്ട്. അപ്പോൾ പിന്നെ ഈ പറയുന്ന AI വരുമ്പോഴത്തേക്കും പട്ടിണി മാറും. ഈ പറയുന്ന വിപ്ലവം നടക്കാൻ പോവുകയാണ് AI കൂടെ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് കാണുമ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം നേരം എടുക്കാത്തവരാണല്ലോ. പണ്ട് ഏതോ ഒരു നേതാവ് പറഞ്ഞതാ, ആരെ കാണും മറ്റേതോ CPM കാണുമ്പോഴത്തേക്കും ഗുഡ് നൈറ്റ് പറയുന്നത്. അതുപോലെ തന്നെ അവരോട് ഗുഡ് നൈറ്റ് പറയുന്നത് നേരം വെളുക്കില്ല, രാവിലെ കാണുമ്പോൾ ഗുഡ് നൈറ്റ് പറയും. അതെ, ഇനിയും നേരം വെളുത്തിട്ടില്ലാത്ത, അതുകൊണ്ട് ഇവന്മാർക്കാർക്കും ഇനി നേരം വെളുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഗുഡ് നൈറ്റ് പറയുന്നത് പറയുന്നത്. EP ജയരാജനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയും ഒബാമയും, അന്ന് ഒബാമ ഭരിക്കുമ്പോൾ ഒബാമയും CPM ഭയപ്പെടുന്നു. അപ്പോൾ ഒബാമ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പടം, എന്നിട്ട് കാവിലമ്മേ ശക്തി തരണേന്ന് ഒബാമ പറയുന്നതായിട്ട്. ട്രംപ് മര്യാദയ്ക്കിരുന്നോണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറുമെന്ന് MAV പറഞ്ഞു. ട്രംപ് മേടിച്ചു പോയി. ട്രംപ് ഇരുന്ന് മുള്ളി ആകെ പ്രശ്നമായി. അപ്പോൾ ട്രംപ് അവസാനം ഓടിച്ചെന്ന് പുട്ടിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ആൾക്കാരല്ലേ, ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയണേ എന്ന് CPM അടുത്ത് പറയണേ. അത് MAV പറയുന്നതും പിണറായി അമേരിക്കയിലും കണ്ടിരുന്ന സമയത്ത്. കാരണം പിണറായി ഇവിടെ ഉള്ളപ്പോൾ പുള്ളിക്ക് പേടിച്ചു വിറയ്ക്കും. പിണറായി ഒട്ടേക്ക് മാറി നിൽക്കും. പിണറായിയാണ് മെയിൻ, പിണറായിയാണ് രാജാവ്, ബാക്കിയുള്ള എല്ലാം ഭൃത്യന്മാരാണ്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇസ്രായേലിന് നയമുണ്ട്. മൊസാദിന് എന്ത് ചെയ്യണമെന്നറിയാം. ഹമാസ് പോലുള്ള തീവ്രവാദികളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം. അതിൻ്റെ അന്ത്യം കുറിക്കുകയാണ് ചെയ്യുന്നത്. ഈ CPM അതുപോലുള്ള സംഘടനകളോ ഇവിടെ കിടന്ന് കരുതിയിട്ട് എന്താ കാര്യം എന്നുള്ളതാണ്. ഈ പറയുന്ന ലോകത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ് ജൂതന്മാർ. ഈ ലോകത്തിൻ്റെ എല്ലാ ഐസക് ന്യൂട്ടൻ തൊട്ട് കാൾ മാർക്സ് വരെ ജൂതന്മാരാണ്. യുവമാർക്ക് CPM അറിഞ്ഞുകൂടായിരിക്കും മാർക്സ് ജൂതനാണെന്നുള്ള കാര്യമൊന്നുമേ. അപ്പോൾ എന്തായാലും ശരി തന്നെ ഈ പറയുന്ന ഇസ്രയേലിൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നിരിക്കുന്നു. ഭീകരവാദത്തിനോട് സന്ധിയില്ല എന്ന ഇന്ത്യയുടെയും ഇസ്രയേലിൻ്റെയൊക്കെ വാദങ്ങൾ അത് ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹമാസ് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടും, അതിൽ അധികം വൈകില്ല. അതിന് ഇനി 5% മാത്രമുള്ള നേതൃത്വത്തെ കൂടെ തീർത്ത് അവിടുത്തെ ജനങ്ങളെ സ്വതന്ത്രമാക്കി ഒരു സമാധാനപരമായ ഒരു ലോകം സമ്മാനിക്കാനായി ഇസ്രയേലിന് കഴിയുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ തെളിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.